നമ്മുടെ ആദ്യത്തെ സെഷനിലേക്ക് അവർക്കും സ്വാഗതം. ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ എന്നുള്ളതാണ് നമ്മുടെ പേപ്പർ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് കറക്റ്റ് നോക്കുക. എൻ്റെ സ്ക്രീന് അതുപോലെ തന്നെ വോയിസ് രണ്ടും ക്ലിയർ അല്ലേ ഒന്ന് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ? സ്ക്രീനും വോയിസും ഓക്കെ ആണോ ഒന്ന് പറയാവോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ, യെസ് ഓർ നോ എന്നുള്ളത്. ഓക്കെ, റെഡി. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ സജീവമായിട്ട് ഇവിടെ ഉണ്ടാവണേ. ഓക്കെ, എല്ലാവരും കമന്റില്. സഹ്റ സ്ക്രീന് കാണുന്നില്ലേ? ജസ്റ്റ് എല്ലാവരും കാണുന്നില്ല, ഒന്ന് നോക്കിയേ. ഓക്കെ, റെഡി. കാണുന്നുണ്ടോ? സഹ്റ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ടേ ഒന്ന് നോക്കിയാൽ മതി, ഒന്നും കൂടെ നോക്കിയാൽ മതി, അപ്പൊ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേര് നമുക്കറിയാം. പേപ്പർ മീൻസ് സബ്ജക്ട് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ് എന്നാണ്. ബികോമിനും BBAക്കും സെക്കൻഡ് സെമസ്റ്ററിലുള്ള ഒരു മൈനർ കോഴ്സ് ആണ് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇതിൽ നിയമങ്ങളെ, ലോസിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ തിയറി പേപ്പർ പോലെ അത്ര അങ്ങോട്ട് രസം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പോകാൻ ഒരു കുറെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. പേര് മുഹമ്മദ് നിയാഫ്, സ്ഥലം രാമപുരമാണ്, മലപ്പുറം ജില്ലയിൽ രാമപുരം എന്ന് പറയും. പഠനം എന്ന് പറയുന്നത് MPhil, അതുപോലെ MCom, MBA, MSc സൈക്കോളജി, MA എക്കണോമിക്സ്, BEd Set 3 ആണ് ക്വാളിഫിക്കേഷൻസ് ഉള്ളത്. നിലവിൽ ക്രിസ്ത്യൻ വാലി കോളേജ് മോങ്ങ, മലപ്പുറത്ത് മോങ്ങ എന്ന് പറയുന്ന കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒന്നാമത്തെ ബ്ലോക്ക് അഥവാ ഫസ്റ്റ് മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു മെർച്ചന്റൈൽ ലോ എന്നുള്ളതാണ് മൊഡ്യൂളിന്റെ പേര്. അതിൽ 3 ചാപ്റ്റേഴ്സ് ഉള്ളത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു മെർച്ചന്റൈൽ ലോ എന്നുള്ളത് തന്നെയാണ് ചാപ്റ്ററിന്റെ പേര്. സെക്കൻഡ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഷുവർ ആയിട്ട് എസ്സേക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. തേർഡ് ചാപ്റ്റർ പെർഫോമൻസ് ആൻഡ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. ഈ 3 ചാപ്റ്റർ ഇൻക്ലൂഡഡ് ആയതാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ടോട്ടൽ സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മൊഡ്യൂൾ എന്ന് പറയുന്നതും ഈ ഫസ്റ്റ് ബ്ലോക്ക് ആണ്. ഫസ്റ്റത്തെ ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ രണ്ടാമത്തെ ബ്ലോക്ക് ചെറിയൊരു ബ്ലോക്കാണ്, ബെയിൽമെന്റ് ആൻഡ് പ്ലേഡ്ജ്. ഈ 2 ടേമുകളാണ്. ബെയിൽമെന്റ് എന്താണ്, പ്ലെഡ്ജ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതാണ് സെക്കൻഡ് ബ്ലോക്കിൽ, സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തേർഡ് മൊഡ്യൂൾ വരുന്നത് ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. അതിലും 2 ടേമുകൾ, ഇൻഡംനിറ്റി എന്താണെന്നും ഗ്യാരണ്ടി എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ. ഫോർത്ത് ബ്ലോക്ക് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ആ ഒരു ആക്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാണ്. അതിൽ ഫസ്റ്റ് ഒരു യൂണിറ്റിൽ ഈ ഗുഡ്സ് ആക്ടിനെ കുറിച്ച്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനെ കുറിച്ച് തന്നെ പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ അൺപെയ്ഡ് സെല്ലർ എന്നുള്ള മറ്റൊരു ഭാഗമാണ് പറയുന്നത്. ദ ലാസ്റ്റ് ബ്ലോക്കിൽ, ലാസ്റ്റ് മൊഡ്യൂളിൽ കമ്പനീസ് ആക്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ 5 ബ്ലോക്കുകളായിട്ട് അല്ലെങ്കിൽ 5 മൊഡ്യൂൾസ് ആയിട്ട് ടോട്ടൽ ഫസ്റ്റ് മൊഡ്യൂളിൽ 3 ചാപ്റ്റർ, ബാക്കി എല്ലാ മൊഡ്യൂളും ഈ 2 ചാപ്റ്റർ. അപ്പോ 8ഉം 11 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പറയാനുള്ളത്. അതിലെ ആ ഫസ്റ്റ് ബ്ലോക്കിലെ അഥവാ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മെർച്ചന്റൈൽ ലോ. ഫസ്റ്റ് ബ്ലോക്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു മെർച്ചന്റൈൽ ലോ എന്നുള്ളത്, രണ്ടാമത്തത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, മൂന്നാമത്തത് പെർഫോമൻസ് ആൻഡ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പറയാനുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മെർച്ചന്റൈൽ ലോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് എന്താണ് മെർച്ചന്റൈൽ എന്ന് പറയാം, മെർക്കന്റൈൽ എന്നൊക്കെ പറയട്ടോ, രണ്ടും പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മെർക്കന്റൈൽ ലോ എന്താണ്, ഇതിന്റെ ഒരു ബേസ് എന്താ മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് മെർക്കന്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അല്ലെ. ഇപ്പൊ നമ്മൾ BCom BBAക്കാരാണ്, നമ്മളൊക്കെ ബിസിനസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത് അല്ലെ. അപ്പോ ഒരു ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന. ഓക്കെ, ചോദിച്ചോളൂ. സ്ക്രീൻ കാണുന്നില്ല. ജസ്റ്റ് എല്ലാവരും പറഞ്ഞാണ്. നിങ്ങൾ കമന്റിന്റെ ഭാഗം എടുത്തിക്കണ്, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിക്കണം കേട്ടോ.
ഇല്ല ഇല്ല, സ്ക്രീൻ തന്നെയാണ് കാണുന്നത്, പക്ഷെ NI എന്നുള്ള ലോഗോ മാത്രമേ കാണുന്നുള്ളൂ. എങ്ങനെയുണ്ട് എല്ലാരും ഒന്ന് പറഞ്ഞാണേ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണേ. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇയാളെ ഒന്ന് ജസ്റ്റ് ബാക്ക് അടിക്കുക കേട്ടോ, ഫുൾ ആയിട്ട് എക്സിറ്റ് അടിക്കുക, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ക്ലാസ്സിൽ റീജോയിൻ ചെയ്ത് നോക്കി കേട്ടോ. അങ്ങനെ റീജോയിൻ ചെയ്തതാ, എന്നിട്ട് കിട്ടുന്നില്ല? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ കരുതി അങ്ങനെ ആയിരിക്കും, പക്ഷെ ക്ലാസ് നോട്ട് വന്നപ്പോഴാണ് കണ്ടത്. യെസ് യെസ് യെസ്, ഓക്കെ. ബാക്കി എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? യെസ്, എല്ലാവരും ഓക്കെ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് പ്രസന്റർ ആക്സസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സാർ എന്താ ആക്സസ് ചെയ്യാൻ തോന്നുന്നു. അവിടെ സ്ക്രീനിൽ എന്താ കാണുന്നത് ജസ്റ്റ് എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ, ഓക്കെ, അപ്പൊ റെഡി, നമുക്ക് പറയാം. മെർച്ചന്റ് ലോ നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. കേട്ടോ, അപ്പൊ സ്ക്രീന് കാണുന്നില്ല എന്ന് പറഞ്ഞ സെഹർ അല്ലേ? അതെ അതെ. നിങ്ങൾ ആ മുകളിലെ പിൻ ചെയ്തതൊന്ന്, മുകളിൽ ആ കോർണറിൽ പിൻ ചെയ്തതൊന്ന് ഓഫ് ആയിക്കാണേ. വലത് കോർണറിൽ പിൻ ചെയ്തത് ഒന്ന് ഓഫ് ആക്കി ക്ലിക്ക് ചെയ്തോ. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കിട്ടുന്നില്ല? ഇല്ല. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് എക്സിറ്റ് അടിക്കും കേട്ടോ, എന്നിട്ട് ഒന്ന് റീജോയിൻ ചെയ്യും. ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് റീജോയിൻ ചെയ്യും കേട്ടോ. നമുക്ക് ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ചില ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം അത് പരിചയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആവും. റെഡി. ഇപ്പോ ബാക്കിയുള്ള ഒരു സ്ക്രീന് വോയിസ് ക്ലിയർ അല്ലേ? രണ്ടും ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണേ. ഓക്കെ 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 ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെർക്കന്റൈൽ ലോ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളെയാണ് നമ്മൾ മെർക്കന്റൈൽ ലോ എന്ന് പറയുന്നത്. നോക്കിയേ, ഇനി അതെന്താന്നുള്ളത് 2 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. വാട്ട് ഈസ് മെർക്കന്റൈൽ ലോ, അല്ലെ ഡിഫൈൻ മെർക്കന്റൈൽ ലോ എന്ന രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മെർക്കന്റൈൽ ലോ ഗവേൺസ്, നോക്കിയേ, കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ട്രേഡ് വിത്തിൻ എ നാഷൻ. ഒരു രാജ്യത്തിനകത്ത് വരുന്ന ട്രേഡ്, അല്ലെ? ട്രേഡ് നമുക്കറിയാലോ, കച്ചവടം അല്ലെ? ബൈങ് സെല്ലിംഗ് ഒക്കെയാണ് ട്രേഡ് എന്ന് പറയാം. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, ജസ്റ്റ് ഇതെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, ഒരു രാജ്യത്തിനകത്ത് വരുന്ന കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിനെ, അതുപോലെ തന്നെ ട്രേഡ് അഥവാ കച്ചവടത്തെ, അല്ലെ? കച്ചവടം, ട്രേഡ് ആണ് കച്ചവടം, അതിനൊക്കെ ഡിനോട്ട് ചെയ്യുന്ന നിയമങ്ങൾക്കാണ് മെർക്കന്റൈൽ ലോ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റിലേറ്റഡ് വിത്ത് ബിസിനസ്, അല്ലെ? ബിസിനസ്സിൽ നടത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും ട്രേഡും കാര്യങ്ങളും ഒക്കെ. ഒരു ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ലോ, നിയമങ്ങളെയാണ് നമ്മൾ മെർക്കന്റൈൽ ലോ എന്ന് പറയുന്നത്. വീണ്ടും പറയാണ്, മെർക്കന്റൈൽ ലോ ഗവേൺസ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇത് സെയിം പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താണ്. അപ്പൊ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ ട്രേഡ്, ഈ 2 വാക്കൊന്ന് ഓർത്ത് വെക്കണേ. അതാണ് മെർക്കന്റൈൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കിയേ. ഇറ്റ് റെഗുലേറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് പേഴ്സൺസ്, കസ്റ്റമേഴ്സ്, ഡീലേഴ്സ്, സപ്ലയേഴ്സ്, സ്റ്റേറ്റ്, അല്ലെ? ഇതൊക്കെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാ. ബിസിനസ് നടത്തുന്ന ആളുകൾ അഥവാ ബിസിനസ് പേഴ്സൺസ്, അല്ലെ? നമ്മൾ ബിസിനസ്, നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആളുകൾ കസ്റ്റമേഴ്സ്, നമുക്ക് സാധനങ്ങൾ എത്തിച്ചേരുന്ന ആളുകൾ ഡീലേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് റോ മെറ്റീരിയൽ മറ്റൊക്കെ ബിസിനസ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ സപ്ലയേഴ്സ്, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്, രാജ്യത്തിനകത്തുള്ള വ്യത്യസ്ത സ്റ്റേറ്റുകൾ. അപ്പൊ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആകുന്ന നിയമങ്ങൾക്കാണ് മെർക്കന്റൈൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മെർക്കന്റൈൽ ലോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി എവിടുന്നാണ് ഈ മെർക്കന്റൈൽ ലോ, നമ്മുടെ ഇന്ത്യൻ മെർക്കന്റൈൽ ലോയിൽ ഏതു ഭാഗത്ത് നിന്നാണ് നമുക്ക് ഡാറ്റാസ് കിട്ടിയിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ലോ ഉണ്ടാക്കിയിട്ടുള്ളത്? അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ചുമ്മാ ഒന്ന് പറയാണ് കേട്ടോ. ഒന്ന്, ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, അല്ലെ? ലോകത്തിൽ തന്നെ നമ്പർ 1 ഭരണഘടന, ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന.
പക്ഷെ അത് നമ്മളായിട്ട് എഴുതി ഉണ്ടാക്കിയതല്ല. ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നും കോപ്പി അടിച്ച മീൻസ് അതിനൊക്കെ കുറെ കാര്യങ്ങൾ കോപ്പി ചെയ്ത് നമ്മൾ കുറെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് നമ്മൾ ഇങ്ങനെ കോപ്പി ചെയ്ത സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ ഉള്ളത് അല്ലെ. അതുകൊണ്ടാണ് ചില സാധനങ്ങളൊക്കെ അമേരിക്കയുമായിട്ട് റിലേറ്റഡ് ആണ്, കാരണം അവിടുന്ന് എടുത്തതാണ് നമ്മൾ. ചിലത് ഗൾഫ് കൺട്രീസുമായിട്ട് റിലേറ്റഡ് ആണ്, കാരണം നമ്മൾ അത് അവിടുന്ന് കോപ്പി ചെയ്തതാണ്. ചില ടേമുകളൊക്കെ ഗൾഫിലുള്ള അതേ ടേമുകളൊക്കെ നമ്മളിവിടെ നമ്മളെ നിയമത്തിൽ പറയാറുണ്ട്, കാരണം അത് അവിടുന്ന് കോപ്പി ചെയ്തതാണ്. അപ്പോ എന്നതുപോലെ തന്നെ ഈ മെർക്കന്റൈൽ ലോ നമ്മൾ 4ഓളം ഭാഗത്ത് നിന്ന് കോപ്പി ചെയ്ത് വന്നതാണ്. ഒന്നാമത്തത് ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ, അവിടുന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ട്. 2 ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടിൽ അഥവാ ഇന്ത്യയിൽ ഓൾറെഡി ഉള്ള ലോസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോൺട്രാക്ട് ആക്ട് 1872, കമ്പനീസ് ആക്ട് 1956 തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിൽ ഓൾറെഡി നിലനിൽക്കുന്ന കുറെ ലോസ് ഉണ്ട്, അതിൽ നിന്നും കുറെ ഇവർക്ക് കടമെടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ജുഡീഷ്യൽ ഡിസിഷൻസ്, അതായത് ഇപ്പൊ കോടതി എന്തെങ്കിലുമൊക്കെ വിധികൾ വെച്ചിട്ടുണ്ടാവും അല്ലെ, മുമ്പ് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. അപ്പൊ ആ വിധി എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ നിയമത്തിലേക്ക് അത് മാറ്റും. അപ്പൊ ജുഡീഷ്യൽ ഡിസിഷൻസ്, അതായത് മുമ്പ് കോടതികളൊക്കെ ഏത് രൂപത്തിലാണോ ആ ഒരു പ്രോബ്ലത്തിന് കൺക്ലൂഷൻ കണ്ടിരുന്നത്, ആ ഒരു പ്രോബ്ലത്തിന് ഡിസിഷൻ കണ്ടിരുന്നത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലോ ആയിട്ട് കോപ്പി ചെയ്യും. പിന്നെ 4ാമത്തത് കസ്റ്റംസ് ആൻഡ് യൂസേജസ്. നമ്മുടെ ഇന്ത്യ അറിയുന്നത് നമുക്കറിയാലോ, ഒരുപാട് മതങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും ഒരുപാട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മെർക്കന്റൈൽ ലോ എന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെർക്കന്റൈൽ ലോ നമ്മൾ എവിടുന്നൊക്കെ കടമെടുത്തതാണ് അല്ലെങ്കിൽ എവിടുന്നൊക്കെ കോപ്പി ചെയ്തതാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഓൾറെഡി ഇന്ത്യയിലുള്ള നിയമങ്ങളിൽ നിന്ന് കുറെ എടുത്തിട്ടുണ്ട്, പിന്നെ മുമ്പ് കോടതികൾ വിധിച്ചിട്ടുള്ള ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിൽ നിന്ന് നമ്മൾ കുറെ നിയമങ്ങൾ പുറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഓൾറെഡി നമ്മൾ ഫോളോ ചെയ്തിരുന്ന കുറെ കസ്റ്റംസ്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് അല്ലെ, കുറെ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ ലോ കടമെടുത്തിട്ടുണ്ട്. അതത്ര ഇമ്പോർട്ടന്റ് അല്ല, ചുമ്മാ അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, വാട്ട് ഈസ് മെർക്കന്റൈൽ ലോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന നിയമങ്ങൾക്കാണ് മെർക്കന്റൈൽ ലോ എന്ന് പറയാം അല്ലെ. അതിൽ നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ ട്രേഡ്, ഈ 2 കാര്യമാണ് മെർക്കന്റൈൽ ലോയിൽ വരുന്നത്. പിന്നെ 2ാമതൊരു പോയിന്റ് പറഞ്ഞത് ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ മെർക്കന്റൈൽ ലോസ് കടമെടുത്തിട്ടുള്ളത്. 4 സോഴ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോൺട്രാക്ട്. ഉറപ്പായിട്ട് 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് കോൺട്രാക്ട്. ഓക്കെ, എന്റെ വോയിസ് സ്ക്രീൻ ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണെങ്കിൽ ഓക്കെ അല്ലേ? ഒന്ന് പറയൂ. ഓക്കെ, റെഡി. സഹറ ക്ലിയർ ആയോ? സഹറ എത്തിയിട്ടുണ്ടോ? ഇല്ല, ഞാന് അടുത്തതിൽ നോക്കിക്കോളാം, ക്ലാസ് ഇടുമ്പോ നോക്കിക്കോളാം. ഓക്കെ. നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ, ഇത് വോയിസ് കേൾക്കുന്നുള്ളൂ, സ്ക്രീൻ കാണുന്നില്ല അല്ലേ? അതെ, ഞാൻ ടെക്സ്റ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, റെഡി. എന്നാ നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ജസ്റ്റ് പേഴ്സണൽ മെസ്സേജ് ചെയ്യാം കേട്ടോ, ഒന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ. സാറൊക്കെ അങ്ങനെയാണെങ്കിലേ ഞാൻ അതിന്റെ നോട്ട് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യാം. സാർ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇയാൾ എന്ത് ചെയ്യാ അറിയോ, ആ നോട്ട് തുറക്കുക, ഞാൻ അതിന്റെ PDF ഗ്രൂപ്പിലേക്ക് അയക്കാം കേട്ടോ. അപ്പൊ അയക്കാം, ഇയാളത് തുറന്നിട്ട് അത് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. കാരണം ടെക്സ്റ്റിലത് പലതും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ നോട്ട് എന്റേതായിട്ടുള്ള നോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോ അയച്ചുതരാവേ. ജസ്റ്റ് വേണ്ടിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഗ്രൂപ്പിലേക്ക് ഇതിന്റെ നോട്ട് അയക്കുന്നുണ്ട്, അത് സെർക്കല്ലാട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡി. സെറാ കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, റെഡി. അപ്പോ നെക്സ്റ്റ് വാട്ട് ഈസ് കോൺട്രാക്ട്. റെഡി അല്ലേ? എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? വോയിസ് സ്ക്രീന് റെഡി അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാണി. ഓക്കെ, റെഡി. അർഷ, ജുമാന, ഓക്കെ, റെഡി. യെസ്. അപ്പൊ വാട്ട് ഈസ് കോൺട്രാക്ട്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്താണ് കോൺട്രാക്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കിയേ, കോൺട്രാക്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more parties.
രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട്. സിമ്പിൾ ആയിട്ട് പറയാം. നോക്കിയേ ഇപ്പൊ ഞാനും ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ എടുക്കട്ടെ, ഇപ്പോ ജുമാന, ആളെ അറിയില്ല കേട്ടോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കാറ് ഒരു 2 ലക്ഷം രൂപക്ക് ജുമാനക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. എന്റെ കാറ്, ഇത് കാറാണ് കേട്ടോ, ജുമാനക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റു. അപ്പൊ ജുമാന ഓക്കെ 2 ലക്ഷം രൂപക്ക് അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അല്ലെ. ചിലപ്പോൾ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് തന്നെ ആവണമെന്നില്ല കേട്ടോ, ഞങ്ങൾ വാക്കാൽ പറയാണ്. ഞാൻ പറയണേ 2 ലക്ഷം രൂപ ഇയാൾ തന്നാൽ എന്റെ കാറ് നിനക്ക് നൽകാം. അപ്പൊ അവര് പറയണ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 ലക്ഷം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ എന്റെ കാറ് തിരിച്ചു തരൂ. ഇപ്പൊ ഞാനും ജുമാനയും തമ്മിൽ ഒരു കോൺട്രാക്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ആ എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട്. നോക്കിയേ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ an agreement between 2 or more parties. ഇവിടെ ഞാനും ജുമാന 2 പേരാണ്. എന്ന പോലെ 2 അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട്. അപ്പൊ വാട്ട് ഈസ് കോൺട്രാക്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എഴുതേണ്ടത് ഇറ്റ് ഈസ് ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more parties. 2 അതിലധികമോ ആളുകൾ ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട്. എന്തിനാ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്? ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, രണ്ടിനും വരാട്ടോ കോൺട്രാക്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കാർ സെയിൽസ് നടത്താണ് അല്ലെ. അപ്പൊ അതൊരു കോൺട്രാക്ട് ആണ്. അതൊരു കാര്യം ടു ഡു എന്നാണ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ചെയ്യുന്നത്? എന്റെ കാറ് ജുമാനിക്ക് ഞാൻ സെയിൽ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഡു. നോക്കിയേ, ടു ഡു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ നോട്ട് ടു ഡു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയും കോൺട്രാക്ട് ഉണ്ടാവും. ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ചെയ്യാണ്ടിരിക്കുക അല്ലെ. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്ട് തയ്യാറാക്കാറുള്ളത്. അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം കൊണ്ടുണ്ട്. ഫോർ എ കൺസിഡറേഷൻ, നിർബന്ധമാണ് ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം. അതായത് ഞാനൊരു കാര്യം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിന് തിരിച്ച് എനിക്ക് എന്തെങ്കിലും കൺസിഡറേഷൻ കിട്ടണം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ കാറ് ജുമാനിലേക്ക് വിൽക്കുകയാണ്, അപ്പൊ തിരിച്ചെനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എന്റെ കാറ് ജുമാനക്ക് വിൽക്കുകയാണ്, അപ്പൊ എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താണ്? യെസ്, ക്യാഷ്. എത്രയാണ്? 2 lakh അല്ലെ, 2 lakh. യെസ്. അപ്പൊ ഈ 3 കാര്യമാണ് വാട്ട് ഈസ് കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഈ 3 പോയിന്റ് ആണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വാട്ട് ഈസ് കോൺട്രാക്ട് ചോദിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ പറയേണ്ടത് ഇറ്റ് ഈസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons, 2 or more parties. 2 അതിലധികമോ പേര് ചേരുന്ന ഒരു എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട്. എന്തിനാ അഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്? ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. ടു ഡു, ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കാൻ അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്. പകരം എനിക്ക് എന്ത് കിട്ടും? ഫോർ എ കൺസിഡറേഷൻ. ഈ ഒരു സാധനം നിർബന്ധമാണ് അല്ലെ. ഏത് കോൺട്രാക്ട് എടുത്തു നോക്കിയാൽ അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടാകും. എന്താണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ? സംതിങ് റിട്ടേൺ അല്ലെ, തിരിച്ചു കിട്ടുന്ന ഒരു എമൗണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കാറിന്റെ എഗ്രിമെന്റ് പറഞ്ഞു അല്ലെ, അവിടെ എനിക്ക് തിരിച്ചു കിട്ടുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പൊ ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ 2 അതിലധികമോ പേര് നടത്തുന്ന അഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട്. ഒന്നുകൂടെ നോക്കിയേ. ഒരു കൺസിഡറേഷന് വേണ്ടി ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ 2 അതിലധികമോ പേര് നടത്തുന്ന ഒരു അഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട്. വോയിസ് എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കണേ. വോയിസ് ഒന്ന് മ്യൂട്ട് ആക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവേ. ഓക്കെ, റെഡി? ക്ലിയർ അല്ലേ? വാട്ട് ഈസ് കോൺട്രാക്ട് എന്നുള്ളത് ക്ലിയർ അല്ലേ? ഈ 3 കാര്യത്തിൽ വേണം കേട്ടോ, 3 പോയിന്റ് അതിൽ വേണേ. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് പറയാവോ വാട്ട് ഈസ് കോൺട്രാക്ട്? ഓക്കെ, റെഡി? അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഒരു എഗ്രിമെന്റ് ആണ് ബിറ്റ്വീൻ 2 or more parties. 2 അതിലധികമോ പേര് ചേരുന്ന ഒരു എഗ്രിമെന്റ് ആണ്. എന്തിന്? ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്, ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് കിട്ടുക അതിന് പകരം? ഫോർ എ കൺസിഡറേഷൻ. പകരം നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്, ഒരു ക്യാഷ് അല്ലെ. ക്യാഷിനെ ആവണമെന്നില്ല കേട്ടോ, ചിലപ്പോൾ ഗോൾഡ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എഗ്രിമെന്റിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. എന്റെ എക്സാമ്പിൾസ് നോക്കിയാൽ നമ്മുടെ നിത്യ ലൈഫിൽ ചെയ്യുന്ന മെജോറിറ്റി കാര്യം എന്താണ്? കോൺട്രാക്ട് ആണ്. ഹരിങ് ആൻ ഓട്ടോ അല്ലെ. ഇപ്പൊ നമ്മളൊരു ഓട്ടോ വിളിച്ചു പോയി അല്ലെ, ഓട്ടോക്ക് നമ്മൾ എന്താ കൊടുക്കുക? ക്യാഷ് കൊടുക്കും അല്ലെ. നമ്മൾ എത്ര ലോങ് പോയി ആ കിലോമീറ്ററിനനുസരിച്ച് നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കും. അതാണ് അവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാനും ഓട്ടോക്കാരൻ തമ്മിലൊരു പേപ്പറൊക്കെ മുദ്രപത്രമൊക്കെ എഴുതി ഉണ്ടാക്കൊന്നുമില്ല ഇല്ല. എഗ്രിമെന്റ് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി ഉണ്ടാക്കണമൊന്നുമില്ല. പകരം എന്ത് ചെയ്യാണ്? അവിടെ ഒരു എഗ്രിമെന്റ് ഓട്ടോമാറ്റിക്കലി
ഉണ്ടാവുകയാണ്. ഇപ്പൊ നമ്മളൊരു ഓട്ടോ കയറിയിട്ട് പോവാണ്, ഓട്ടോമാറ്റിക്കലി ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓട്ടോയിൽ പോകുന്നത്, ഈറ്റിംഗ് അറ്റ് എ റെസ്റ്റോറന്റ് അല്ലെ, നമ്മളൊരു റെസ്റ്റോറന്റ് കയറി അവിടെ ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് കഴിച്ചു, നമ്മൾ ക്യാഷ് കൊടുത്തു, ഇതൊരു കോൺട്രാക്ട് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക വലിയൊരു അഗ്രിമെന്റ് ഒക്കെ ഉണ്ട്, മുദ്രപത്രമൊക്കെ വാങ്ങിയിട്ട് സ്റ്റാമ്പ് പേപ്പറൊക്കെ വാങ്ങിയിട്ട് അതിൽ എഴുതി ഉണ്ടാക്കുന്ന മാത്രമാണോ കോൺട്രാക്ട്? അതൊന്നല്ല. നമ്മുടെ നെറ്റ് ലൈഫിൽ ചെയ്യുന്ന മെജോറിറ്റി കാര്യം എന്താണ്? കോൺട്രാക്റ്റിൽ വരും. പിന്നെ അടുത്ത് ബോറോയിങ് എ ബുക്ക് ഫ്രം ലൈബ്രറി അല്ലെ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ക്ലബിന്റെ അല്ലെങ്കിൽ നാട്ടിലോ കോളേജിലോ ഒക്കെ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുക്കുകയാണ്, അതൊരു കോൺട്രാക്ട് ആണ്. നിങ്ങൾ വാങ്ങുന്നില്ല, അത് വായിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്, അതും ഒരു കോൺട്രാക്ട് ആണ്. പിന്നെ ബൈങ് റോ മെറ്റീരിയൽസ് അല്ലെ, നമ്മൾ ബിസിനസ്സിലേക്ക് ഒരു ബിസിനസ് എടുത്തു നോക്കുകയാണെങ്കിൽ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് വാങ്ങുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വാങ്ങുന്ന എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, എല്ലാം എന്താണ്? ഒരു കോൺട്രാക്ടിന്റെ ഭാഗമാണ്. ഒക്കെ കോൺട്രാക്ടിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ വർഷം ഓർത്തു വെക്കണം കേട്ടോ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊക്കെ ഞാൻ ചോദിക്കൂ കേട്ടോ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. എ ലോ ദാറ്റ് ഗവേൺസ് കോൺട്രാക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയില് കോൺട്രാക്റ്റുമായിട്ട്, കോൺട്രാക്ട് എന്താന്ന് ഞാൻ പറയൂല കേട്ടോ, 3 കാര്യങ്ങളുണ്ട്. ഒരു എഗ്രിമെന്റ് ഉണ്ട് അല്ലെ, ബിറ്റ്വീൻ 2 or more പാർട്ടീസ് നമ്മൾ പറഞ്ഞു. പിന്നെ ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്, ചെയ്യാനോ ചെയ്യാണ്ടിരിക്കാനോ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് കോൺട്രാക്ട് എന്നതിൽ കൺസിഡറേഷൻ അല്ലെ. ഓക്കെ, അപ്പൊ ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഏത് ആക്ട് പറയുമ്പോഴും അതിന്റെ വർഷം കൂടെ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 came into force on September 1st, 1872. ഈ വർഷം ഡേറ്റും കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണേ. സെപ്റ്റംബർ 1, 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അപ്ലൈസ് ടു ഓൾ കോൺട്രാക്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കോൺട്രാക്റ്റുകൾക്കും ഈ ആക്ട് ബാധകമാണ്, അല്ലെങ്കിൽ ഈ ആക്ടിൽ പറയുന്നതിനനുസരിച്ചാണ് എല്ലാ കോൺട്രാക്റ്റും നമ്മൾ ചെയ്യേണ്ടത്. ഇനി കോൺട്രാക്റ്റിനെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 2 ഡൗട്ട് ഉണ്ടോ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഒന്നും കൂടി ഒന്ന് പറയൂ. ഓ ഷുവർ. ഇന്ത്യയില് കറക്റ്റ് ശ്രദ്ധിച്ചു. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചോദിച്ചോളൂ കേട്ടോ. കറക്റ്റ് ചോദിക്കണം, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. ഇന്ത്യയിലെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ നമ്മള് കമ്പനീസ് ആക്ട് ഉണ്ട്. കമ്പനികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും കമ്പനികൾ, കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, ഷെയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ ഈ ആക്ട് പ്രകാരമാണ് നമ്മൾ പരിഹരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളും നമ്മൾ ഈ ഒരു ആക്ട് പ്രകാരമാണ് അതില് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോ ഒരു ഉദാഹരണം, സൈബർ ആക്ട് ഉണ്ട് അല്ലെ. സൈബർ സെല്ലും സൈബർ ആക്ടും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആരെങ്കിലും പണം മോഷ്ടിച്ചു അല്ലെ, ഇപ്പോഴത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം. അതൊക്കെ സൈബർ ആക്ട് പ്രകാരമാണ് ആ കേസുകൾ കംപ്ലീറ്റ് ഫയൽ ചെയ്യുന്നത്, ആ കേസുകൾ തീർപ്പാക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ആക്ട് ഉണ്ട്. ഇന്ത്യയില് കോൺട്രാക്റ്റുകൾക്ക് വേണ്ടിയിട്ട്, അഥവാ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആക്ടാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഈ ആക്ടിൽ പറയുന്നത് എന്താണ് കോൺട്രാക്ട്, ഏതൊക്കെ തരത്തിൽ കോൺട്രാക്റ്റുകൾ ഉണ്ട്. ഇനി നമ്മൾ ഈ സബ്ജക്റ്റിൽ ഫുള്ള് പഠിക്കുന്നത് ഈ ആക്ടിന്റെ കാര്യങ്ങളാണ്. ഈ ആക്ടിൽ എന്തൊക്കെ പറയുന്നത് അതാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആക്ട് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പൊ അത് എന്തിനാ വന്നിട്ടുള്ളത്? ഇന്ത്യയിലുള്ള എല്ലാ കോൺട്രാക്റ്റുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വന്നു. ഇപ്പൊ ഞാനും അർഷ, ഞാൻ നിങ്ങളുടെ ഓരോ പേരിങ്ങനെ നോക്കി പറയാട്ടോ, ഞാനും അർഷയും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിരുന്നു. അതില് പ്രശ്നം വന്നു, എനിക്ക് കേസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അർഷയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റും എനിക്കെതിരെ.
ഏത് ബേസ് ചെയ്തിട്ട്? ഈ ആക്ട് ബേസ് ചെയ്തിട്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ബേസ് ചെയ്തിട്ടാണ് ഹർഷ എനിക്കെതിരെ കേസ് കൊടുക്കുക. കാരണം ഞാൻ അവരും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കോൺട്രാക്ട് ഞാൻ ബ്രീച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ ആക്ട് പ്രകാരമാണ് അവർ എനിക്കെതിരെ കേസ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇന്ത്യയിലെ എല്ലാ കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിഹരിക്കാനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അറിയിക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അത് നിലവിൽ വന്നിട്ടുള്ളത് സെപ്റ്റംബർ 1-ാം തീയതി 1872 ഇത് ഇന്ത്യയിലെ എല്ലാ കോൺട്രാക്റ്റും ഈ ആക്ടിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഏത് കോൺട്രാക്റ്റും ഈ ആക്ടിന്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ആക്ടിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഉദാഹരണം, ഇപ്പൊ ഞാൻ എൻ്റെ സ്ഥലം വിൽക്കുകയാണ്, ചെറിയൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. എൻ്റെ സ്ഥലം വിൽക്കുകയാണ്, എനിക്കൊരു 1 കോടി രൂപയുടെ സ്ഥലം വിൽക്കാനുണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിയമത്തിൽ പറയുണ്ടാവും 1000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വെച്ചിട്ടാണ് 1 കോടി രൂപയുടെ എൻ്റെ സ്ഥലം വിൽക്കാൻ പറ്റുക. അപ്പൊ 1000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആണ്. പിന്നെ അതിൽ ആക്ച്വലി പറയുന്നുണ്ടാവും 50,000 രൂപയാണ് രജിസ്റ്റർ ഫീസ് അടക്കേണ്ടത്. രജിസ്റ്റർ ഫീസ് 50,000 രൂപയാണ് അടക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ആട്ടോ. അപ്പൊ അതൊക്കെ എവിടെ പറയുന്നേ? ഈ ആക്ടിലാ പറയുന്നേ. ഉണ്ടോ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ആക്ട് അനുസരിച്ച് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ സ്ഥലം വിൽക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും? 1, 1000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ട് അതിൽ എഴുതണം. 2, ഗവൺമെന്റിലേക്ക് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 50,000 രൂപ അടക്കേണ്ടി വരും. അല്ലെ? ഇതൊന്നും ചെയ്യാതിരുന്നാലോ ഈ ആക്ട് പ്രകാരം എനിക്കെതിരെ കേസ് ഉണ്ടാവും. ഓക്കെ. അപ്പോ ഇന്ത്യയിൽ ഏത് കോൺട്രാക്ട് നടക്കുകയാണെങ്കിലും ഈ ആക്ട് ആണ് അതിൽ ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത്. ഇത് ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി. അടുത്തത് ഈ ഫസ്റ്റ് മൊഡ്യൂളെ ഞാൻ കുറച്ച് സ്ലോവിലാണ് പോകുന്നത് കേട്ടോ, കാരണം അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക ഈ മൊഡ്യൂളിൽ നിന്നാണ് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്ക് കേട്ടോ. ഞാൻ മൊഡ്യൂൾ എന്നാണ് പറയാ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അതിന് മൊഡ്യൂൾസ് എന്നാ പറയാ, നിങ്ങൾ ബ്ലോക്ക് എന്നാണ് അറിയുന്നത്. ഓക്കെ. കോൺട്രാക്ട് എന്താന്ന് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഓൾറെഡി 3 കാര്യങ്ങൾ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താ, ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ പറ്റുമോ? ആദ്യമായിട്ട് കോൺട്രാക്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? An agreement between 2 or more parties. An agreement between 2 or more parties. 2 അതിലധികമോ ആളുകൾ ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താ? To do or not to do something. Not to do. Very good. To do or not to do. ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട്. ഓക്കെ, വെരി ഗുഡ്. മൂന്നാമതൊരു കാര്യം കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് കോൺട്രാക്ട് എന്നതില് 2 ലക്ഷം പറഞ്ഞു. കൺസിഡറേഷൻ. വെരി ഗുഡ്. കൺസിഡറേഷൻ അല്ലെ, ഒരു റിട്ടേൺ ഉണ്ടാവണം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് 3 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, വെരി ഗുഡ്. ഫാത്തിമ കറക്റ്റ് ആയിട്ട് അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്. അപ്പോ ഇനി ഈ കോൺട്രാക്റ്റിന് വീണ്ടും ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാണ് കേട്ടോ. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. എഗ്രിമെന്റ് ആണ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റ് ആണ് പ്ലസ് എൻഫോഴ്സബിലിറ്റി ബൈ ലോ, അഥവാ നിയമപ്രകാരം സാധുതയുള്ളതാണ്. എൻഫോഴ്സബിൾ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കോൺട്രാക്റ്റിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം. പിന്നെ ഈ ഒരു കാര്യം പുതിയതാണ്, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. എൻഫോഴ്സബിലിറ്റി ബൈ ലോ, അഥവാ നിയമപ്രകാരം സാധുത ഉള്ളതാവണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി. ആ കോൺട്രാക്ട് ഒരാൾ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞു. ബ്രീച്ച് ചെയ്യാൻ കോൺട്രാക്ട് മുറിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം? അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റണം. ഏത് ആക്ട് പ്രകാരം ഞാൻ കേസ് കൊടുക്കുക? അതൊന്ന് പറഞ്ഞാണേ. ഏത് ആക്ട് പ്രകാരമാണ് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റുക? ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയാം കേട്ടോ. യെസ്, വെരി ഗുഡ്. ഹർഷ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഫാത്തിമ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 1872. ഇമ്പോർട്ടന്റ് ആണ് വർഷം കേട്ടോ. ഞാനിങ്ങനെ ഒരു ആക്ട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അതിന്റെ വർഷം കൂടെ ആഡ് ചെയ്ത് പറയണം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്കറിയാം ഒരു കോൺട്രാക്ടിന്റെ 2 ബേസ്. ഒന്ന് അഗ്രിമെന്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. 2 ആ അഗ്രിമെന്റ് ഉണ്ടായ പോരാതെ എൻഫോഴ്സബിലിറ്റി ബൈ ലോ, നിയമപ്രകാരം സാധുത ഉള്ളതാവും വേണം. എങ്കിലേ അതിനെ നമ്മൾ കോൺട്രാക്ട് എന്ന് വിളിക്കുള്ളൂ അല്ലെ. ഒരു സിമ്പിൾ ആയിട്ട് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഇതിൽ കുറെ കോമഡികൾ പറയും, അത് നിങ്ങൾ എക്സാമിന് എഴുതരുത് കേട്ടോ. അപ്പൊ ഞാനും വേറെ ആരാ കൊടുക്കാം നമുക്ക്? ഓക്കെ,
തൗഫീർ. ഓക്കെ, ഞാനും തൗഫീർ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി. ഞങ്ങൾ കഞ്ചാവ് വിൽക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട്. ഞാൻ തൗഫീറിനോട് പറഞ്ഞു, ഈ ഒരു 10 കിലോ കഞ്ചാവ് എനിക്ക് തരുകൊണ്ട് ഞാൻ എനിക്കൊരു 10,000 രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞു. ഇത് സംഭവം എന്താണ്? എഗ്രിമെന്റ് ആണ്, കറക്റ്റാ അല്ലേ? എനിക്ക് 10 കിലോ കഞ്ചാവ് കിട്ടുന്നുണ്ട്, ഞാൻ തൗഫീറിന് 10,000 രൂപ കൊടുക്കുന്നുണ്ട്, അടിപൊളിയാണ്, എഗ്രിമെന്റ് ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യം ചോദിക്കട്ടെ, ഇത് കോൺട്രാക്ട് ആവുമോ? നോ. കാരണം എന്താ? അവിടെ എഗ്രിമെന്റ് ഉണ്ട്, പക്ഷെ എൻഫോഴ്സബിലിറ്റി ബൈ ലോ എന്ന് പറഞ്ഞ സാധനം അവിടെ അല്ല. നിയമപ്രകാരം അതിന് സാധുത ഇല്ല. കാരണം കഞ്ചാവ് കൃഷി പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിൽ അത് നിരോധിച്ചതാണ് അല്ലെ? അപ്പോ നീ തൗഫീറിനെ പറ്റിച്ച് എനിക്ക് പൈസ തന്നില്ല, കഞ്ചാവ് തന്നില്ല, അവൻ പോയി, അപ്പൊ ഓനക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല. കേസ് കൊടുത്താൽ ഞാനും കുടുങ്ങും, അവന് അതിലാരും കുടുങ്ങും അല്ലെ? കാരണം ഞങ്ങളുടെ കച്ചവടം എന്താണ്? കഞ്ചാവാണ്. അപ്പൊ അവിടെ എന്തില്ല? എൻഫോഴ്സബിലിറ്റി ബൈ ലോ ഇല്ല. അപ്പൊ എഗ്രിമെന്റ് മാത്രം ഉണ്ടായ പോരാ, നിയമ സാധുതയും കൂടെ അതിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇസ് എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി ബൈ ലോ. എഗ്രിമെന്റും വേണം, അതോടൊപ്പം തന്നെ എന്തുണ്ട്? നിയമ സാധുതയും ആവശ്യമുണ്ട്. ആ ഒരു പോയിന്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി എന്താണ് എഗ്രിമെന്റ്? എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. കോൺട്രാക്ട് എന്താ എന്നതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് എഗ്രിമെന്റ്? നോക്കിക്കോളെ. എ പ്രോമിസ് or a set of promises between two parties. രണ്ട് അതിലധികമോ അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു പ്രോമിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. എ പ്രോമിസ് അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് പ്രോമിസസ്, അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോമിസുകൾ ബിറ്റ്വീൻ ടു പാർട്ടീസ്. മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറയാണ്. ഇപ്പോ ഞാനും ഈ പുതിയ ആളെടുക്കട്ടെ, സുനിതയും. ഞാൻ എൻ്റെ വീട് വിൽക്കുകയാണ്, ഹൗസ് വിൽക്കുകയാണ്. അപ്പൊ ഞാൻ പ്രോമിസ് ചെയ്യാണ് സുനിതയോട്, എൻ്റെ വീട് ഒരു 30 ലക്ഷം രൂപക്ക് വിൽക്കുകയാണ്. അപ്പൊ സുനിത പറയാണ്, ഓക്കെ, 30 ലക്ഷത്തിന് ഞാൻ അത് വാങ്ങിക്കാം അല്ലെ? അപ്പൊ ഇവിടെ ടു പാർട്ടീസ് എന്ന് പറയുന്നത് ഞാനും സുനിതയാണ്. എന്താണ് എന്റെ പ്രോമിസ്? എന്റെ വീട് 30 ലക്ഷത്തിന് വിൽക്കുന്നു. കണ്ട? അപ്പൊ ഒരു പ്രോമിസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒന്നിലധികം പ്രോമിസസ്. ഒന്നിലധികം പ്രോമിസ് പറഞ്ഞാൽ എന്താ? ഞാൻ പറയണ എന്റെ വീടുണ്ട്, എന്റെ കാറുണ്ട്, എന്റെ സ്ഥലമുണ്ട് അല്ലെ? ആ വീട്, എന്റെ സ്ഥലത്ത് ഒരു 10 തെങ്ങുണ്ട്. അപ്പൊ ഒരുപാട് പ്രോമിസുകളായി. ഇതെല്ലാതും കൂടെ നിനക്ക് ഒരു 50 ലക്ഷത്തിന് വിൽക്കുന്നു എന്നാൻ പറയാണ്. അപ്പൊ ഒന്നുകിൽ ഒരു പ്രോമിസ് ആവാം, അല്ലെങ്കിൽ പ്രോമിസസ് ആവാം, ഒരുപാട് പ്രോമിസുകൾ ആവാം ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ടാളുകൾ തമ്മിൽ നടത്തുന്ന പ്രോമിസിനെ, സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം അല്ലെ? രണ്ടാളുകൾ തമ്മിൽ നടത്തുന്ന പ്രോമിസിനെയാണ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. അതിൽ നോക്കിയേ, മെയ്ഡ് വൺ പാർട്ടി അക്സെപ്റ്റ് ദ അതേഴ്സ് പ്രൊപ്പോസൽ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനും സുനിതയും തമ്മിലാണ് കോൺട്രാക്ട്. എന്റെ വീട് 30 ലക്ഷത്തിന് ഞാൻ വിൽക്കുകയാണ്. സുനിത അത് ഓക്കെ പറഞ്ഞു, അവള് 30 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഞാനാണോ സുനിതയാണോ? ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഞാനാണോ സുനിതയാണോ? പറഞ്ഞോളി. യെസ്, സുനിതയാണ്. അപ്പൊ അതാണ് മെയ്ഡ് വൺ പാർട്ടി അക്സെപ്റ്റ്. കണ്ട? വൺ പാർട്ടി അക്സെപ്റ്റ്. നമ്മുടെ എക്സാമ്പിൾ ഇവിടെ സുനിത അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദ അതേഴ്സ് പ്രൊപ്പോസ്, മറ്റൊരാളുടെ പ്രൊപ്പോസ്, അഥവാ എന്റെ നിയാഫ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രൊപ്പോസല് ആര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ സുനിത അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അവിടെ രണ്ട് സാധനങ്ങൾ വേണം. ഒന്ന് പ്രൊപ്പോസൽ വേണം, ഒന്നൊരു അക്സെപ്റ്റൻസും വേണം അല്ലെ? ഒരാൾ പ്രൊപ്പോസ് ചെയ്യാൻ വേണം, ഒരാൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പൊ ഞാൻ വീട് വിൽക്കുന്നു, അതെന്റെ പ്രൊപ്പോസലാണ്. സുനിത അത് അക്സെപ്റ്റ് ചെയ്യുന്നു, 30 ലക്ഷത്തിന് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് അവരുടെ അക്സെപ്റ്റൻസ് ആണ്. അപ്പൊ അത് രണ്ടും കൂടെ കൂടിയാൽ എന്താവുള്ളൂ? പ്രോമിസ് ആകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു? എഗ്രിമെന്റ് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, രണ്ടാളുകൾ തമ്മിലുള്ള പ്രോമിസിനെയാണ് അല്ലെ? എ പ്രോമിസ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, അങ്ങനെ പറഞ്ഞാൽ മതി. രണ്ടാളുകൾ തമ്മിലുള്ള പ്രോമിസിനെയാണ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരു പാർട്ടി എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും മറ്റു പാർട്ടിയുടെ പ്രൊപ്പോസൽ. അപ്പൊ ഒരാൾ പ്രൊപ്പോസൽ കൊടുക്കും, മറ്റേ ആൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് എഗ്രിമെന്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. ഒരാൾ പ്രോമിസ് കൊടുക്കാണ്ടാവും, മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്യാനുണ്ടാകും. റെഡി? ഇനി അടുത്തൊരു ടേം ആണ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഓഫർ. പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഓഫർ അല്ലെ? പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ഇപ്പതാ ഈ പ്രോമിസ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ പ്രോമിസ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ വേറെ വാക്കാണ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഓഫർ. ഞാനിവിടെ എന്താ എന്റെ പ്രൊപ്പോസൽ എന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? എന്റെ പ്രൊപ്പോസൽ എന്തായിരുന്നു? സുനിതയോടുള്ള എന്റെ പ്രൊപ്പോസൽ എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് പറയും.
വീടല്ലേ? യെസ്, വീട് മാത്രമല്ല 30 ലക്ഷത്തിന് അല്ലെ, എന്റെ വീട് 30 ലക്ഷത്തിന് നിനക്ക് തരാം, അതായിരുന്നു എന്റെ പ്രപ്പോസൽ അല്ലെങ്കിൽ എന്റെ ഓഫർ. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ഈ പ്രപ്പോസൽ. അതൊന്നും കൂടെ നമ്മൾ എടുത്ത് പഠിക്കാണ്. വെൻ വൺ പേഴ്സൺ, ഇവിടെ ഞാൻ അല്ലെ നിയാഫ്, വൺ പേഴ്സൺ നിയാഫ് സജസ്റ്റ് ഡൂയിങ് ഓർ നോട്ട് ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട് പറയുക അല്ലെ. ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്, എന്ത്, എന്റെ വീട് നീ വാങ്ങണം അല്ലെ, നീ വാങ്ങിക്കണം. അപ്പൊ ഒരു പേഴ്സൺ സജസ്റ്റ് ചെയ്യാണ് ഡൂയിങ് ഓർ നോട്ട് ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട് ഒരാൾ സജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്നൊക്കെ വിളിക്കുക. വിത്ത് ദ ഗോൾ ഓഫ് ഗെറ്റിംഗ് ദ അതർ പേഴ്സൺസ് അഗ്രിമെന്റ്. അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞാൽ പോരാ, മറ്റേ ആൾ എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യും വേണം അല്ലെ, എങ്കിലേ അത് ആ ഒരു ഓഫർ അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽ കറക്റ്റ് ആവുള്ളൂ. ദ ഗോൾ ഓഫ് ഗെറ്റിംഗ് ദ അതർ പേഴ്സൺസ് അഗ്രിമെന്റ്. ഞാൻ ഈ ഒരു പ്രപ്പോസൽ കൊടുക്കുമ്പോൾ എന്റെ ഉദ്ദേശം എന്താ, അവരത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരത് സ്വീകരിക്കും എന്നുള്ളതാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടെ ഞാൻ പറയുന്ന ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസലാണ് അല്ലെ. ഞാൻ പറയണം എന്റെ വീടാകെ 30 ലക്ഷം ഉള്ളൂ, ഞാൻ സുനിതയോട് പറയണ ഒരു 300 കോടി തന്നാൽ എന്റെ വീട് തരാം, അത് ഓഫർ ആവുന്നില്ല അല്ലെങ്കിൽ പ്രപ്പോസൽ ആവുന്നില്ല. കാരണം 300 കോടിയൊന്നും അതില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ അത് ഒരിക്കലും എന്താവൂല, പ്രപ്പോസൽ ആവൂല അല്ലെങ്കിൽ ഓഫർ ആവൂല. അപ്പൊ ഞാൻ ഒരു ഓഫർ ചെയ്യുമ്പോൾ മറ്റേ പാർട്ടി എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണയും കൂടെ എനിക്ക് ഉണ്ടാവണം, എങ്കിൽ അത് ഓഫറായിട്ട് നമ്മൾ പരിഗണിക്കുള്ളൂ. എക്സാമ്പിൾ നോക്കിയേ, പലപ്പോഴും ഈ നമ്മുടെ ഈ സബ്ജക്ട് കംപ്ലീറ്റ് എക്സാമ്പിളുകൾ വെച്ചിട്ട് പഠിക്കണം കേട്ടോ, അതാണ് ഏറ്റവും ഭംഗി. നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. എക്സാമ്പിൾ നോക്കാം. അനിൽ ഓഫർ, ശ്രദ്ധിച്ചോളെ, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയണം കേട്ടോ. അനിൽ ഓഫർ ടു സെൽ ഹിസ് ഹൗസ് ടു യു ഫോർ 50 lakh. അനില് അദ്ദേഹത്തിന്റെ വീട് 50 ലക്ഷത്തിന് എനിക്ക് വിൽക്കുകയാണ്. ഹൗസ് ടു യു അല്ലെ, എനിക്ക് വിൽക്കുകയാണ്. അനില് 50 ലക്ഷത്തിന് എനിക്ക് വിൽക്കുകയാണ്. യു അഗ്രി ബൈ ഇറ്റ് ഫോർ 50 lakh. ഞാനത് അഗ്രി ചെയ്തു. അനിലാണ് അവന്റെ വീട് 50 ലക്ഷത്തിന് വിൽക്കുന്നത്, നിയാഫായിട്ടുള്ള ഞാന് അല്ലെ, ഞാനത് അഗ്രി ചെയ്തു. ഓക്കെ, 50 ലക്ഷത്തിന് ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ദിസ് ക്രിയേറ്റ് എ പ്രോമിസ്. അങ്ങനെ ആകുമ്പോൾ ഇതൊരു പ്രോമിസ് ആയി, കൂട്ടത്തിൽ ഒരു അഗ്രിമെന്റ് ആയി, ഒരു കോൺട്രാക്റ്റ് ആയി. 3 കാര്യം ഇവിടെ പറഞ്ഞു കേട്ടോ. പ്രോമിസ് എന്ന് പറയുന്നത്, അനിൽ 50 ലക്ഷത്തിന് അവന്റെ വീട് വിൽക്കുന്നു, എന്നോട് പറയാണ് എന്റെ വീട് ഞാൻ 50 ലക്ഷത്തിന് വിൽക്കുകയാണ്, ഈ വാങ്ങിക്കോ എന്ന് പറയാണ്, പ്രോമിസ് ആയി. ഞാൻ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു അല്ലെ, അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, 50 ലക്ഷത്തിന് ഞാൻ വാങ്ങാൻ തയ്യാറാണ്. അപ്പൊ അതെന്തായി, എഗ്രിമെന്റ് ആയി. അപ്പൊ പ്രോമിസും ആയി, എഗ്രിമെന്റ് ആയി, കൂട്ടത്തിൽ ഇത് എന്തുവാണ്, കോൺട്രാക്റ്റും ആണ് അല്ലെ. കാരണം എന്താ കോൺട്രാക്ട്, എഗ്രിമെന്റ് റെഡിയായി, എൻഫോഴ്സബിലിറ്റി ബൈ ലോ, നിയമപ്രകാരം അതിന് സാധുത ഉണ്ട്, കാരണം വീട് കച്ചവടമാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോ എന്തൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നും കൂടെ ഓർത്തു നോക്കിയേ, എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ. വാട്ട് ഈസ് കോൺട്രാക്ട്? നമ്മൾ പറഞ്ഞു കോൺട്രാക്ട് സിമ്പിൾ ആയിട്ട് എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സബിൾ ബൈ ലോ, 2 കാര്യം ചേർന്നതാണ് കോൺട്രാക്ട് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് എന്താണ് പ്രോമിസ്? വാട്ട് ഈസ് പ്രോമിസ്? അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. വൺ പാർട്ടി അക്സെപ്റ്റ് ദ അതേഴ്സ് പ്രപ്പോസൽ അല്ലെ. സിമ്പിൾ ആയിട്ട് പറയുന്നത് പ്രോമിസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ടു പാർട്ടി, സോറി എഗ്രിമെന്റ് അല്ലെ. വാട്ട് ഈസ് എഗ്രിമെന്റ്? എഗ്രിമെന്റ് എന്ന് പറയുന്നത് പ്രോമിസ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, 2 ആളുകൾ തമ്മിലുള്ള പ്രോമിസിനെയാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു, ഒരു പാർട്ടി എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, ഒരു പാർട്ടി പ്രപ്പോസൽ കൊടുക്കുകയും ചെയ്യും. അത് രണ്ടുണ്ടെങ്കിൽ എന്തായി, അത് എഗ്രിമെന്റ് ആയി എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്ന് പറഞ്ഞു, ഒരു പേഴ്സണ് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ, ഡൂയിങ് ഓർ നോട്ട് ഡൂയിങ് അല്ലെ, ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രപ്പോസൽ എന്ന് പറയാം. ഈ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം നോക്കിയേ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ചിലപ്പോൾ അത് മാത്രം വെച്ച് എക്സാം ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്. എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെന്റ് ആണ്. ബട്ട് നോട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്. പക്ഷെ എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് അല്ല. അതെന്താ? എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്. എല്ലാവരും നോക്കിയേ, മുകളിലേക്ക് നോക്കിയേ, എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ് അല്ലെ. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ എന്തുണ്ടാവും, എഗ്രിമെന്റ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനും തൗഫീറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, കഞ്ചാവ് വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയുള്ള ഒരു എഗ്രിമെന്റ് അല്ലെ. അപ്പോ അതെന്താണ്, എഗ്രിമെന്റ് ആണ്, കോൺട്രാക്റ്റും ആണ്. ഓൾ കോൺട്രാക്ട്, സോറി അങ്ങനെയല്ല, സോറി അത് എഗ്രിമെന്റ് ആണ്, എന്തല്ല കോൺട്രാക്ട് അല്ല, സോറി കേട്ടോ,
എനിക്ക് മാറിയതാണ്. അത് ഞാനും തൗഫീറും തമ്മിലുള്ള നോക്കിയേ ഐ ആൻഡ് തൗഫീർ ഞങ്ങൾ എന്താണ് 10 കിലോ കഞ്ചാവ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ എന്താ കോൺട്രാക്ട്, സോറി എഗ്രിമെന്റ്. ഇത് എഗ്രിമെന്റ് ആണ്, പക്ഷെ എന്തല്ല, കോൺട്രാക്ട് അല്ല. എന്തുകൊണ്ട് ഇത് കോൺട്രാക്ട് അല്ല എന്ന് പറഞ്ഞു? ഞാനും തൗഫീറും തമ്മിലുള്ള ആ എഗ്രിമെന്റ് എന്തുകൊണ്ട് കോൺട്രാക്ട് ആവുന്നില്ല? യെസ്, വെരി ഗുഡ്. ഹർഷ പറഞ്ഞത് കറക്റ്റ്. അവിടെ എന്തില്ല, എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്, ഓക്കെ സമ്മതിച്ച് അല്ലെ. പ്രൊപ്പോസൽ ഉണ്ട്, എന്താ ഞാൻ പ്രൊപ്പോസൽ ചെയ്ത് 10 കിലോ കഞ്ചാവ് തരണം അല്ലെ. കൺസിഡറേഷനും ഉണ്ട്, അവനൊരു 10,000 രൂപ എനിക്ക് തരും, ഒക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല, എൻഫോഴ്സബിലിറ്റി ബൈ ലോ അവിടെ ഇല്ല, നിയമപ്രകാരം സാധുതയില്ല. അപ്പൊ നോക്കിയേ, എല്ലാ എഗ്രിമെന്റും നോക്കട്ടെ, സിമ്പിൾ ആയിട്ട് നോക്കിയേ, എല്ലാ എഗ്രിമെന്റും എന്തല്ല, കോൺട്രാക്ട് അല്ല. ഏത് എഗ്രിമെന്റാ കോൺട്രാക്ട്? എഗ്രിമെന്റും അതോടൊപ്പം തന്നെ ആരും കൂടെ വേണം, എൻഫോഴ്സബിലിറ്റി ബൈ ലോ. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുള്ളൂ, കോൺട്രാക്ട് ഉള്ളൂ. ഇനി ഒന്നുകൂടെ നോക്കാം, ഓൾ കോൺട്രാക്ട് ആർ എഗ്രിമെന്റ്. എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്, ബട്ട് ഓൾ എഗ്രിമെന്റ് ആർ നോട്ട് കോൺട്രാക്ട്. കണ്ട, ഓൾ എഗ്രിമെന്റ് ആർ നോട്ട് കോൺട്രാക്ട്, അഥവാ ബട്ട് നോട്ട് ഓൾ എഗ്രിമെന്റ് ആർ കോൺട്രാക്ട്. ഞാനും തൗഫീറും തമ്മിൽ ആലോചിച്ച് നോക്കിയേ, ഞങ്ങളുടെ എഗ്രിമെന്റ് എന്തല്ല, കോൺട്രാക്ട് അല്ല. കാരണം എന്താ, എ കോൺട്രാക്ട് റിക്വയേഴ്സ് എൻഫോഴ്സബിലിറ്റി ബൈ ലോ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, എൻഫോഴ്സബിലിറ്റി ബൈ ലോ. നിയമപ്രകാരം സാധുത ഉള്ളതിനെ എന്ത് വിളിക്കുള്ളൂ, കോൺട്രാക്ട് എന്ന് വിളിക്കുള്ളൂ. നിങ്ങൾ ആകെ ഇതില് ഞാൻ ഇത്രയും പറഞ്ഞതിൽ ആകെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ആ ഫസ്റ്റത്തെ ഒരു വാക്ക്, ഏത്, കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റും എൻഫോഴ്സബിലിറ്റി ബൈ ലോ, ഇതിനെയാണ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? യെസ്, ജുമാന പറഞ്ഞ കറക്റ്റ് ആണ്. ഓൺലി എൻഫോഴ്സബിൾ എഗ്രിമെന്റിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. യെസ്. അടുത്ത ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, ഒരു 5 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ എഗ്രിമെന്റ് കോൺട്രാക്ട്. നോക്കിയേ, എല്ലാരും നോക്കുക കേട്ടോ. എഗ്രിമെന്റ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓഫർ ഉണ്ടാവും, അക്സെപ്റ്റൻസ് ഉണ്ടാവും അല്ലെ. അതിനൊക്കെ നമ്മൾ എന്ത് പറയും, എഗ്രിമെന്റ് എന്ന് പറയും. ഓഫർ ഉണ്ടാവും, അക്സെപ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഞാനും തൗഫീറും തമ്മിലുള്ളത് എഗ്രിമെന്റ് ആണ് അല്ലെ. ഞാൻ എന്താ ഓഫർ കൊടുത്ത്, 10,000 രൂപ തരാം അല്ലെ. എന്ത് തന്നാല്, 10 കിലോ കഞ്ചാവ് വന്നാല് തൗഫീർ എന്താ പറഞ്ഞു, ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, റെഡി. ഇവിടെ ഓഫർ അക്സെപ്റ്റൻസ് ഉണ്ട്, അത് എഗ്രിമെന്റ് ആണ്, എഗ്രിമെന്റ് ആണ്. പക്ഷെ എന്തല്ല, കോൺട്രാക്ട് അല്ല. കോൺട്രാക്ട് ആണെങ്കിൽ എന്ത് വേണം, എഗ്രിമെന്റ് മാത്രം പോരാ, പ്ലസ് ലീഗൽ ഒബ്ലിഗേഷൻ. അതാണ് നിങ്ങൾ പറഞ്ഞ എൻഫോഴ്സബിൾ ബൈ ലോ. ഓക്കെ, അപ്പോ എഗ്രിമെന്റ് ആണെങ്കിൽ ഓഫർ അക്സെപ്റ്റൻസ് ഉണ്ടായാൽ എഗ്രിമെന്റ് ആയി, ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടായാൽ എഗ്രിമെന്റ് ആയി. പക്ഷേ കോൺട്രാക്ട് ആണെങ്കിൽ എന്ത് വേണം, എഗ്രിമെന്റ് മാത്രം പോരാ, പ്ലസ് ലീഗൽ ഒബ്ലിഗേഷൻ വേണം. ഒരു ചോദ്യം ഞാൻ വേറെ കറക്റ്റ് നോക്കിക്കൂടെ, ഒരു ക്വസ്റ്റ്യൻ പറയണേ. ഞാന് ഒരു ആരോടാ പറയാ, ഞാൻ ഇതിലുള്ള ആരെങ്കിലും ഒക്കെ പേരെടുത്ത് പറയാൻ കേട്ടോ, ആരൊന്നും വിചാരിക്കരുത്. മിലാഷ. ഓക്കെ, മിലാഷയോട് പറഞ്ഞു, ഹസീല് ക്ലാസ് കിട്ടിയില്ലാന്നോ? ക്ലാസ് ഉണ്ടല്ലോ, കേൾക്കുന്നില്ല? ഹസീൽ കേൾക്കുന്നില്ലേ? ഇതാ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? വോയിസ് കേൾക്കുന്നില്ലേ? ഓക്കെ ആണല്ലോ. ക്ലാസ് അങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, റെഡി. അപ്പോ അസില നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ, എന്താ പ്രശ്നം എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആക്കാം. റെഡി. അപ്പൊ നമ്മൾ പറഞ്ഞത് എഗ്രിമെന്റ് പറഞ്ഞാൽ ഓഫറും അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ എഗ്രിമെന്റ് ആണ്. കോൺട്രാക്ട് ആണെങ്കിൽ എഗ്രിമെന്റും അതുപോലെ തന്നെ ലീഗൽ ഒബ്ലിഗേഷനും കൂടെ വേണം. എന്നാ ഞാൻ ഹംദാൻ അലിയിലെ പുതിയ ആളെ കിട്ടി. ഓക്കെ, ഞാനും ഹംദാൻ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. കോൺട്രാക്ട് ഇതാണ്. ഞാൻ ഹംദാനോട് പറയാണ്, ഹംദാന് കൊടുക്കുന്ന ഓക്കെ അസിൽ റെഡി. ഹംദാന് നോക്കിക്കോളൂ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, എന്റെ ചോദ്യമാണ്, ആൻസർ നിങ്ങൾ പറയണം കേട്ടോ. ഹംദാനോട് പറയാണ്, ഈ അവിടെ ഒരു ബൈക്ക് കാണിച്ചു കൊടുക്കണം. ആ ബൈക്ക് മോഷ്ടിച്ചു കൊടുത്താല് എനിക്ക് ഞാനൊരു
50,000 രൂപ തരാം. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഓഫർ എന്താണ്? ബൈക്ക് മോഷ്ടിച്ചു കൊടുന്നാൽ 50,000 രൂപ തരാം. അപ്പൊ ഹംദാനും ഒക്കെ റെഡിയായി, ഞാൻ സെറ്റാണ്. അവൻ പോയിട്ട് ആ ബൈക്ക് മോഷ്ടിച്ചു കൊടുന്നു, അവൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവൻ എനിക്ക് ബൈക്ക് കൊടുന്നു, 50,000 രൂപ കൊടുത്തു. ഞങ്ങൾ കോൺട്രാക്ട് അവസാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞത് എഗ്രിമെന്റ് ആണോ കോൺട്രാക്ട് ആണോ? ഹംദാന് ഞാൻ കൊടുത്ത ഓഫർ എന്താണ്? ആ ബൈക്ക് മോഷ്ടിച്ചു കൊടുന്നാൽ 50,000 തരാം. അവൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. യെസ്, ഇത് എഗ്രിമെന്റ് ആണ്. എന്താകുന്നില്ല? കോൺട്രാക്ട് ആകുന്നില്ല. അതെന്തുകൊണ്ടാണ് കോൺട്രാക്ട് ആവാത്തത്? ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ല. യെസ്, വെരി ഗുഡ്. അതാണ് അതിന്റെ പോയിന്റ്. ഇവിടെ എന്തില്ല? ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ല, അല്ലെങ്കിൽ ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ല. കാരണം ഇവിടെ മോഷണം എന്നുള്ള പരിപാടിയാണ് ഞങ്ങളുടെ കോൺട്രാക്റ്റിൽ ഉള്ളത്, അല്ലെ? ഇത് എഗ്രിമെന്റ് ആണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാനും ഹംദാനും തമ്മിൽ എഗ്രിമെന്റ് ആണ്, അത് ഓക്കെയാണ്. പക്ഷെ എന്തല്ല? കോൺട്രാക്ട് അല്ല. കോൺട്രാക്ട് ആണെങ്കിൽ എന്ത് വേണം? ലീഗൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ലീഗൽ എൻഫോഴ്സിബിലിറ്റി നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡിഫറൻസ് കേട്ടോ. എഗ്രിമെന്റ് ആണെങ്കിൽ ജസ്റ്റ് ഓഫർ അക്സെപ്റ്റൻസ് മാത്രം മതി. അപ്പൊ എല്ലാതും എഗ്രിമെന്റ് ആണ്. പക്ഷെ അത് കോൺട്രാക്റ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? എഗ്രിമെന്റും പ്ലസ് ലീഗൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ലീഗൽ എൻഫോഴ്സിബിലിറ്റിയും കൂടെ ആവശ്യമാണ്. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, ലീഗൽ ഒബ്ലിഗേഷൻ. എഗ്രിമെന്റ് മേ ഓർ മേ നോട്ട് ബി ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ചിലപ്പോ ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇപ്പൊ ഞാനും തൗഫീറും തമ്മിലുള്ള ഇടപാട് പറഞ്ഞു, അല്ലെ? ഞാനും ഹംദാനും തമ്മിൽ ഇടപാട് പറഞ്ഞു. ഇവിടെ ഒന്നും എന്തുണ്ടാവില്ല? നമുക്ക് ലീഗൽ ഒബ്ലിഗേഷൻ കിട്ടൂല. കാരണം ഒന്ന് കഞ്ചാവാണ്, ഒന്ന് മോഷണാണ്, അല്ലെ? അപ്പൊ എഗ്രിമെന്റിന്റെ കാര്യത്തില് മേ ഓർ മേ നോട്ട് ബി ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. രണ്ടിനും സാധ്യത ഉണ്ട്, അല്ലെ? എന്നാൽ കോൺട്രാക്ടിന്റെ കേസിൽ അങ്ങനെ ഒന്നുമില്ല. മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. നിർബന്ധമായിട്ട് എന്തുണ്ടാവും? അവിടെ ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, എവരി എഗ്രിമെന്റ് നീഡഡ് നോട്ട് നെസസറി ടു ബി എ കോൺട്രാക്ട്. എല്ലാ എഗ്രിമെന്റും എന്താണെന്നില്ല? കോൺട്രാക്ട് ആണെന്നില്ല, അല്ലെ? ഞാനും തൗഫീറും ഞാനും ഹംദാൻ തമ്മിലുള്ളതൊക്കെ എന്താണ്? എഗ്രിമെന്റ് ആണ്. പക്ഷെ അതൊന്നും കോൺട്രാക്ട് അല്ല. പക്ഷെ എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാവണം? എഗ്രിമെന്റ് ഉണ്ടാവണം, അല്ലെ? എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാവണം? എഗ്രിമെന്റ് ഉണ്ടാവണം. അത് നിർബന്ധമാണ്. എല്ലാ കോൺട്രാക്റ്റിലും എഗ്രിമെന്റ് ഉണ്ടാവണം. പക്ഷെ എല്ലാ എഗ്രിമെന്റും എന്തല്ല? കോൺട്രാക്ട് അല്ല. ഓക്കെ, then fourth point, agreement is not binding on concerned parties. അപ്പോ ഈ എഗ്രിമെന്റില് കൺസേൺഡ് പാർട്ടീസ് എന്നുള്ളത് നിയമമല്ല, അഥവാ നിർബന്ധമില്ല. എന്നാൽ ഓൾ കോൺട്രാക്ട്സ് ആർ നെസസറി എഗ്രിമെന്റ്. ഇത് നേരത്തെ പറഞ്ഞതേ പോയിന്റ് ആണ്. എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ട്? എഗ്രിമെന്റ് ഉണ്ടാകും. അതിൽ കൃത്യമായിട്ട് പറയും കൺസേൺഡ് പാർട്ടീസ് ആരൊക്കെയാണ്, എ ബി, അല്ലെ? ആരാണ് പ്രപ്പോസൽ കൊടുക്കുന്നത്, ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യും. എന്നാൽ എഗ്രിമെന്റിൽ അത് ഡിഫൈൻ ചെയ്യണമെന്നില്ല. ചെയ്യാം, ചെയ്യാതിരിക്കാം, മേ ബി. അപ്പൊ ഒന്നും കൂടെ പറയാണ്, ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, ഈ ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ. ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ. ഞാൻ എക്സ്ട്രാ ടെക്സ്റ്റിൽ വേറെ രൂപത്തിലാണ്, ഈ നോട്ടുകൾ ഞാൻ എന്റേതായുള്ള രൂപത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് ഏറ്റവും ഷോർട്ട് ആക്കിയതാണ് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാണ്, എഗ്രിമെന്റ് ഓഫറും അക്സെപ്റ്റൻസും കൂടിയതാണ് എഗ്രിമെന്റ്. കോൺട്രാക്ട് എഗ്രിമെന്റ് പ്ലസ് ലീഗൽ ഒബ്ലിഗേഷൻ ആണ് അവിടെ വരുന്നത്. ഇനി എഗ്രിമെന്റിൽ നമ്മൾ പറഞ്ഞു മേ ഓർ മേ നോട്ട് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഇവിടെ ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, രണ്ടിനും സാധ്യത ഉണ്ട്. എന്നാൽ കോൺട്രാക്റ്റിൽ നിർബന്ധമായിട്ടും എന്തുണ്ടാവും? ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാ എഗ്രിമെന്റും എന്തല്ല? കോൺട്രാക്ട് അല്ല. പക്ഷെ എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാകും? എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ദെൻ എഗ്രിമെന്റില് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളത് അവിടെ പറയണമെന്ന് നിയമമില്ല. എന്നാൽ കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കും. ഇതാണ് എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, റെഡി അല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്. ഈ ഡിഫറൻസ് ഓക്കെ അല്ലേ? കൂടി ഒന്ന് പറയൂ. ഓ ഷുവർ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ. ഞാൻ ഈ ഇമ്പോർട്ടന്റ്, നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യാറോ, ഒരു കയ്യിൽ ഒരു പേനയും നോട്ടും കയ്യിൽ കരുതുക. ഇമ്പോർട്ടന്റ് ആന്ന് പറയുന്നത് പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുക. ആ സാധനങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് എഴുതി വെച്ചുകൊണ്ടിട്ടോ. കാരണം അത് എക്സാമിന് ഷുവർ ആയിട്ട് ദിവസം. ഇപ്പൊ ഒന്ന് പറഞ്ഞതിലെ ഇമ്പോർട്ടന്റ് ഒന്ന്, വാട്ട് ഈസ് മെർക്കന്റൈൽ ലോ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് കോൺട്രാക്ട് ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് പ്രൊപ്പോസൽ സാധ്യത ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എഗ്രിമെന്റ് ആൻഡ് കോൺട്രാക്ട്. ഒന്നുകൂടെ പറയാണ്, എഗ്രിമെന്റ് ആവുമ്പോൾ അതിൽ ഓഫർ ഉണ്ടാവും, അക്സെപ്റ്റൻസ് ഉണ്ടാവും.
ഇത് രണ്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? എഗ്രിമെന്റ് എന്ന് വിളിക്കാം. എന്നാൽ കോൺട്രാക്ട് ആകുമ്പോൾ അവിടെ എഗ്രിമെന്റ് എന്തായാലും വേണം, അതോടൊപ്പം തന്നെ ലീഗൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ എൻഫോഴ്സബിൾ ബൈ ലോ അത് പറഞ്ഞാൽ മതി കേട്ടോ. എൻഫോഴ്സബിൾ ബൈ ലോ ഇത് രണ്ടുണ്ടെങ്കിലാണ് അതിനെ കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഇനി ലീഗൽ ഒബ്ലിഗേഷൻ നമ്മൾ പറഞ്ഞു, എഗ്രിമെന്റിന് മേ ഓർ മേ നോട്ട് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്റെ രണ്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ എന്റെ വീട് വിൽക്കുകയാണ്, അവിടെ എന്തുണ്ട്? ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട്. അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി, അവിടെ തീർച്ചയായിട്ടും എന്തുണ്ട്? ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പൊ ഞാനൊരു മോഷണം നടത്തുകയാണ്, അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല? ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവില്ല. അതാ പറഞ്ഞത് മേ ഓർ മേ നോട്ട് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്നാൽ കോൺട്രാക്റ്റില് മസ്റ്റ് നിർബന്ധമായിട്ട് എന്തുണ്ടാവും? ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവും. കാരണം കോൺട്രാക്ട് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലീഗൽ ഒബ്ലിഗേഷൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൺട്രാക്ട് എന്ന് പറയാ. അടുത്തത്, എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആവണം എന്നില്ല. എല്ലാ എഗ്രിമെന്റും എന്തല്ല? കോൺട്രാക്ട് അല്ല. പക്ഷെ എല്ലാ കോൺട്രാക്റ്റിലും എന്ത് നിർബന്ധമാണ്? എഗ്രിമെന്റ് നിർബന്ധമാണ്. പിന്നെ എഗ്രിമെന്റില് ആരാണോ അതിൽ ഏർപ്പെടുന്നത് അവരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണമെന്നില്ല. എന്നാൽ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് ആ എഗ്രിമെന്റ് ഉണ്ടാവും. എഗ്രിമെന്റിൽ കറക്റ്റ് ആയിട്ട് ആരൊക്കെ തമ്മിൽ എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കും. എന്നാലേ അവിടെ ആ നിയമപ്രകാരമുള്ള ഒരു എൻഫോഴ്സബിൾ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇത്രയാണ് എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട്. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ആക്ടിൽ പറയുന്നുണ്ട് കേട്ടാ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തോളൂ, ജസ്റ്റ് കമന്റ് ചെയ്തോളൂ. ഓക്കെ, സെറ്റ്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാട്ടോ. ടൈപ്സ് ഓഫ് കോൺട്രാക്ട് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ടും എസ്സേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് അടുത്ത സെഷന് ഇന്ന് 8:30 നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇന്ന് 8:30. അപ്പൊ ആ സെഷനിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഇനി ഡയറക്റ്റ് ക്ലാസ് തുടങ്ങും കേട്ടോ.